കേന്ദ്രമന്ത്രി പദവി തേടിയെത്തിയതിലുള്ള സന്തോഷത്തിലാണ് ജോർജ് കുര്യന്റെ കുടുംബം. കാണക്കാരിയിലാണ് കുടുംബം. മന്ത്രി പദവിയിലേക്കുള്ള പ്രഖ്യാപനം ഉണ്ടാവുമ്പോൾ പൊയ്ക്കാരൻ കാലായിൽ വീട്ടിൽ ഭാര്യ അന്നമ്മ ഒറ്റയ്ക്കായിരുന്നു. കോട്ടയം കാണക്കാരിയിലെ ജോർജ് കുര്യന്റെ വീട്ടിൽ നിന്നും ഗോകുൽ രമേശ് ചേരുന്നുണ്ട് നമ്മോടൊപ്പം. ഗോകുൽ, അപ്രതീക്ഷിതമായി എത്തിയൊരു കേന്ദ്രമന്ത്രി സ്ഥാനം, എങ്ങനെയാണ് അവിടുത്തെ സന്തോഷം? ആരൊക്കെയുണ്ട് വീട്ടിലിപ്പോൾ? സംഗീത, കേന്ദ്ര മന്ത്രിസഭയിലേക്ക് ജോർജ് കുര്യൻ്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടത് മുതൽ വലിയ ആഘോഷത്തിലും സന്തോഷത്തിലുമാണ് നിലവിൽ കോട്ടയം കാണക്കാരിയിലുള്ള ജോർജ് കുര്യൻ്റെ കുടുംബം. പൊയ്ക്കാരൻ കാലായിൽ എന്ന് പറയുന്ന ആ വീടാണ് കോട്ടയം കാണക്കാരിയിലാണ്, ഏറ്റുമാനൂർ കാണക്കാരിയിലാണ് ഈ ജോർജ് കുര്യൻ്റെ കുടുംബം ഉള്ളത്. ഈ വീട്ടിൽ നിലവിൽ ഈ മന്ത്രി പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ ജോർജ് കുര്യൻ്റെ ഭാര്യ അന്നമ്മ ഒറ്റയ്ക്കായിരുന്നു ഉണ്ടായിരുന്നത്. 2 മക്കൾ ഉണ്ട്, പക്ഷെ അവർ രണ്ടുപേരും വിദേശത്താണ്. ഒരു മകൻ ജോർജിയയിലും ഒരു മകൻ കാനഡയിലുമാണ്. നിലവിൽ ഇപ്പോൾ ജോർജ് കുര്യനും ഭാര്യയും മാത്രമായിരുന്നു ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. ഭാര്യ മാത്രമായിരുന്നു ഇപ്പോൾ ഈ വീട്ടിൽ ഉള്ളത്. നിലവിൽ ഇന്നലെ മുതൽ തന്നെ ജോർജ് കുര്യൻ ഡൽഹിയിലേക്ക് പോയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശത്തെ തുടർന്ന് തന്നെയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം ഡൽഹിയിലേക്ക് പോയിരുന്നത്. എന്തായാലും ഇന്നിപ്പോൾ ഒരു അപ്രതീക്ഷിതമായിരുന്നു ആ ഒരു പ്രഖ്യാപനം എന്നാണ് കുടുംബം നമ്മളോട് ആദ്യം തന്നെ പ്രതികരിച്ചത്. നമ്മളോടൊപ്പം ഇപ്പോൾ ജോർജ് കുര്യൻ്റെ ഭാര്യ അന്നമ്മ ചേരുകയാണ്. ചേച്ചി നമസ്കാരം, എങ്ങനെയുണ്ട്? എന്ത് തോന്നുന്നു ഇപ്പോൾ? വളരെ സന്തോഷം. ഇത് പ്രതീക്ഷിച്ചിരുന്നോ അതോ പെട്ടെന്നുണ്ടായിരുന്നൊരു ഇതാണോ? നേരത്തെ അറിഞ്ഞിരുന്നോ ഇങ്ങനെ മന്ത്രിയായിട്ട് വരും എന്നുള്ള നിർദ്ദേശം എന്തെങ്കിലും ലഭിച്ചിരുന്നോ? നോക്ക്, അവരവരുടെ ജീവിതം സ്റ്റാർട്ടിങ് പോലെ ഞാൻ കണ്ടേക്കുന്നത്. ഇന്ന് വരെയും അവരാരായിരുന്നോ അതിലവർ തുടരുന്നു. അതെ, ഈ മന്ത്രിയാകും എന്നുള്ളൊരു അറിയിപ്പ് ലഭിച്ചത് എപ്പോഴാണ് ശരിക്കും ചേച്ചിക്ക്? മന്ത്രി എന്നുള്ളതല്ല, അവർക്കൊരു അംഗീകാരം, അവർ ചെയ്യുന്ന ജോലിയിൽ അംഗീകരിക്കുന്നു, അത്രയേ ഉള്ളൂ. മന്ത്രി സ്ഥാനമൊക്കെ വരുവോ പോവുകയോ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ ആൾ മാറില്ല. ആളെന്തിലാ ആയിരിക്കുന്നോ അത് തുടർന്നുകൊണ്ടേയിരിക്കും. അതിൽ തന്നെ ഡിവോട്ടഡ് ആയിട്ടുള്ള ഒരാളാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഉദാഹരണം തന്നെയാണ്. ചേട്ടൻ ഇത്ര വർഷമായിട്ടും BJP പ്രവർത്തനമായിട്ട് തന്നെ നിന്നു. പല എതിർപ്പുകളൊക്കെ ഒരു പക്ഷേ സമൂഹത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാവാം. അദ്ദേഹം ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളാണ്, സമുദായ വിശ്വാസിയാണ്. അതുകൊണ്ട് തന്നെ BJPയിൽ എന്തുകൊണ്ട് എന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഒരുപാട് ഇതിനു മുമ്പ് ഫേസ് ചെയ്തിട്ടുണ്ടാകും. എന്തായാലും അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് അവർക്കൊക്കെ ഉള്ളൊരു മറുപടി കൂടിയായിട്ട് ഈ ഒരു മന്ത്രിസ്ഥാനത്തെ കാണാൻ സാധിക്കുമല്ലേ? തീർച്ചയായിട്ടും അവരെന്താണോ ആരാവുന്നോ അതിന് മാറ്റമൊന്നുമില്ല. ആര് എന്ത് പറഞ്ഞാലും അവർ അടിയുറച്ച് എന്തിൽ നിലകൊള്ളുന്നു അതവർ തുടർന്ന് പോകുന്നു. ഇനിയും അത് തന്നെ സംഭവിക്കാൻ പോകുന്നു. അവർക്ക് മാറ്റമൊന്നും, മന്ത്രിസ്ഥാനമൊക്കെ കുറച്ച് കഴിയുമ്പോൾ മാറി, പക്ഷെ ആൾ മാറില്ല. ആളെന്തിനു വേണ്ടി ഡിവോട്ട് ചെയ്തോ അതിൽ തന്നെ തുടർന്നിരിക്കും. എനിക്ക് തോന്നുന്നു അദ്ദേഹം പ്രവർത്തനങ്ങൾക്കൊക്കെ ഏറ്റവും വലിയൊരു പിന്തുണയായിട്ട് നിന്നത് കുടുംബം തന്നെയായിരിക്കും അല്ലേ? പിന്തുണ എന്ന് പറയാനായിട്ട് നമുക്കാകുന്ന സപ്പോർട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഞാനും സർവീസിലുള്ള ഒരാളായിരുന്നു, 2 കുട്ടികളുണ്ടായിരുന്നു. ഹസ്ബൻഡിന് സമയമില്ല, അവരെ കംപ്ലീറ്റ് അവരുടെ ഉത്തരവാദിത്തം ഏറ്റിരിക്കണം എല്ലാം. അപ്പം നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ അവരുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഇടപെടത്തില്ല, തടസ്സങ്ങളുണ്ടാവത്തില്ല. ഡൽഹിയിലേക്ക് ചേച്ചി എന്താ പോകായിരുന്നത്? ഞാൻ ഡൽഹിയിലും ഇരുന്നിട്ടുള്ള ആളാണ് ഒത്തിരി കാലം. അല്ല, ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചേട്ടൻ കൊണ്ടുപോകാഞ്ഞതാണോ അതോ പോകാഞ്ഞതാണോ? പ്രത്യേക സാഹചര്യം ഇപ്പം നിങ്ങൾ വരുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അല്ലെങ്കിൽ തന്നെ ഞങ്ങളുടെ ലൈഫിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാനും സർവീസില്ല, പുള്ളി ഇങ്ങനെ ഒരു രംഗത്താണ്. അപ്പം ഞങ്ങൾക്കങ്ങനെ നമ്മുടേതെന്ന് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ സാധിച്ചിട്ടില്ല. ഈ ഒരു കാര്യമല്ല, ഒരു കാര്യത്തിലും. ഇപ്പം ഇങ്ങനൊരു സാഹചര്യം വന്നപ്പോൾ പോകേണ്ടതായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ട്? ഇല്ല, ഒരിക്കലും അങ്ങനത്തെ ഇല്ല. ഇവിടെ ഇരുന്നാലും ആ സന്തോഷം ഉണ്ടാവും, അവിടെ ഇരുന്നാലും ഉണ്ടാവും. വിളിച്ചിരുന്നു അദ്ദേഹം? ഇന്ന് വിളിച്ചിരുന്നു അതിനുശേഷം? ഡൽഹിക്ക് പോയി അവിടെ എത്തിയെന്ന് അത് പതിവുള്ളതാണ്. ഇവിടെ നിന്ന് പോകുന്നു, അവിടെ എത്തിക്കഴിയുമ്പോൾ വിളിക്കുന്നു. എന്ന് മടങ്ങി വരും അങ്ങനെ വല്ലതും പറഞ്ഞോ? അതിപ്പോൾ അവർക്ക് തന്നെ അറിയില്ലായിരിക്കുമല്ലോ. എന്തായാലും ചേട്ടനുണ്ടായി ഈ ഒരു നേട്ടത്തെ ചേച്ചി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നോക്കൂ, നമ്മൾ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു, നമ്മുടെ ജീവിതം എന്തിനു വേണ്ടി ഇത്രയും കാലം നീക്കി വെച്ചുവോ, ഒരു ഫാമിലി, ഭാര്യ, മക്കൾ, ഇതിലെല്ലാം ഉപരിയായിട്ട് അവരവരുടെ ലൈഫിനെ എന്തിനു വേണ്ടി ഡിവോട്ട് ചെയ്തോ അവർ അംഗീകരിക്കുന്നു. അതിലവർക്ക് ഒരു സംതൃപ്തി കിട്ടുക, അത് വലിയൊരു നേട്ടം തന്നെയാണ്. പൊതുജന പ്രവർത്തനത്തോടൊപ്പം തന്നെ കുടുംബത്തെ അദ്ദേഹം എങ്ങനെയായിരുന്നു കൊണ്ട് നടന്നിരുന്നത്? ആകുന്ന വിധമൊക്കെ സഹായിച്ചിരുന്നു. എല്ലാം പറ്റത്തില്ലല്ലോ, കാരണം 100% ഇതിലായിരിക്കുന്ന ഒരാൾക്ക് എല്ലാ രീതിയിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല.
അതുകൊണ്ട് മറ്റുള്ള എനിക്ക് തോന്നുന്ന എല്ലാ രാഷ്ട്രീയക്കാർക്കും ഇത് തന്നെയായിരിക്കും. എനിക്കൊന്ന് ചേച്ചിയും രാജ്യസേവനം നടത്തിയിട്ടുള്ള ഒരാളാണല്ലേ? ആർമിയിലായിരുന്നു തോന്നില്ല. 32 വർഷം സർവീസ് ചെയ്തു. തിരുവനന്തപുരം മുതൽ ജമ്മു കാശ്മീർ വരെ സർവീസ് ചെയ്തതാണ്. എന്തായാലും രണ്ടുപേരും പൊതുപ്രവർത്തകരാണ്, ജനസേവന പ്രവർത്തകരാണ്. ഇപ്പം പഴയ പോലല്ല, ഒരു കേന്ദ്രമന്ത്രിയുടെ ഭാര്യയാണ്. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു പ്രത്യേക അഭിമാനം തോന്നുന്നുണ്ടോ? ഞാൻ നേരത്തെ തന്നെ കേന്ദ്രമന്ത്രിയുടെ ഭാര്യ, മനസ്സുകൊണ്ട്. എന്തായാലും ഒരുപാട് ആശംസകൾ നേരുകയാണ് ചേച്ചി. സന്തോഷത്തോടെ ഇരിക്കുക. എന്തായാലും അതിനാണ് കുടുംബം വളരെ സന്തോഷത്തോടെ. കോട്ടയം കാണക്കാരിയിലെ ജോർജ് കുര്യന്റെ വീട്ടിൽ നിന്നുമാണ് ഗോകുൽ രമേശ് ചേർന്നത്. തീർത്തും അപ്രതീക്ഷിതം തന്നെയായിരുന്നു കേന്ദ്രമന്ത്രി സ്ഥാനമെന്ന് ജോർജ് കുര്യന്റെ സഹധർമ്മിണിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്.